അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സ്നേഹമുള്ള സഹോദര സഹോദരിമാരെ, ഉമ്മപെങ്ങന്മാരെ, രക്ഷിതാക്കളെ, വാത്സല്യനിധികളായ പിഞ്ചുമക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ദിക്ർ, നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. നമുക്കൊരുപാട് തെറ്റുകൾ സംഭവിക്കാറുണ്ട്. നമ്മളതിൽ നിന്ന് പശ്ചാത്താപിച്ച് മടങ്ങാറുമുണ്ട്. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിനോട് പൊറുക്കലിനെ നമ്മൾ ചോദിക്കാറുണ്ട്. ഇന്ന് ഞാൻ പറഞ്ഞു തരുന്ന ദിക്ർ, ഈ ദിക്ർ ചൊല്ലിയാൽ തെറ്റ് ചെയ്യാൻ കഴിയുകയില്ല എന്ന് മഹാന്മാർ നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. തെറ്റിൽ നിന്നും വിട്ടുനിൽക്കാൻ, കൽബ് പ്രകാശിക്കാൻ എന്നും പതിവാക്കുക. തെറ്റിൽ നിന്ന് വിട്ടുനിൽക്കാനും കൽബ് പ്രകാശിക്കാനും എന്നും ഈ ദിക്റിനെ നമ്മൾ പതിവാക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നല്ല നല്ല അമലുകളും ദിക്റുകളും സലാത്തുകളും പറഞ്ഞു തരുവാനും നിങ്ങൾ ചൊല്ലുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. ഈ ലോകത്തും പരലോകത്തും ഉപകരിക്കുന്ന അമാലുകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ അമാലുകളുടെ കൂട്ടത്തിൽ അല്ലാഹു ചേർക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഈ ദിക്ർ, ഞാൻ പറഞ്ഞു തരുന്ന ഈ ദിക്ർ ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ പതിവാക്കുക. ഇതിൻ്റെ എണ്ണം മഹാന്മാർ ഇതിൽ കൊടുത്തിട്ടില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവായി ചൊല്ലുക. ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ഒരു പ്രാവശ്യം, 3 പ്രാവശ്യമെങ്കിൽ 3 പ്രാവശ്യം, 10 പ്രാവശ്യം, നമുക്ക് ഇഷ്ടമുള്ള അത്ര നമുക്ക് ചൊല്ലാം. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ സമയവും ഇതൊന്നും മഹാന്മാർ കൊടുത്തിട്ടില്ല. ഈ ദിക്ർ അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ, ഈ ഇസ്മ ദിവസവും നമ്മൾ പതിവാക്കുക. ഈ ദിക്ർ ചൊല്ലിയാൽ തെറ്റ് ചെയ്യാൻ കഴിയുകയില്ലെന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ, ഉലമാക്കൾ നമ്മളെ പഠിപ്പിക്കുന്നത്. തെറ്റിൽ നിന്നും വിട്ടുനിൽക്കാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ കൽബ് പ്രകാശിക്കും എന്നൊക്കെ മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഇസ്മ അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ, ഈ ദിക്ർ ഞാനും നിങ്ങളും എല്ലാവരും ചൊല്ലുക. ഇൻഷാ അല്ലാഹ് ആദ്യം എന്നോടും പിന്നെ നിങ്ങളോടുമാണ് ഞാൻ വസിയത്ത് ചെയ്യുന്നത്. നമ്മളൊന്നും പഠിച്ച് തേഞ്ഞവരൊന്നുമല്ല ഇൻഷാ അല്ലാഹ്. എന്നാലും എനിക്ക് കിട്ടിയ അറിവുകൾ, ഞാൻ കണ്ട അറിവുകൾ നിങ്ങളിലേക്കും എത്തിച്ചു തരിക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. അതുപോലെ നിങ്ങൾ അറിഞ്ഞ നിങ്ങളിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക. അവരോടും ചൊല്ലാൻ പറയുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെയൊക്കെ ഉദ്ദേശങ്ങളും നമ്മുടെ ദോഷങ്ങളും ഒക്കെ അല്ലാഹു പുറത്തു തരുമാറാവട്ടെ. നമ്മുടെ ഉദ്ദേശങ്ങൾ അല്ലാഹു പൂർത്തിയാക്കി തരുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ എത്രയോ ആളുകളുണ്ട്, കുടുംബങ്ങളുണ്ട്, കുടുംബമിത്രാദികൾ, അയൽവാസികൾ, നാട്ടുകാർ, എല്ലാവരെയും നാളെ സ്വർഗീയ ലോകത്ത് അല്ലാഹു നമ്മളെയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കുമാറാവട്ടെ. അതുപോലെ കച്ചവടമില്ലാത്തവരുടെ കടകളിൽ കച്ചവടമുണ്ടാവട്ടെ.
അള്ളാഹു അവർക്കൊക്കെ ഖൈറും ബർക്കത്തും ഇസ്സത്തും അഭിവൃദ്ധിയും നൽകുമാറാവട്ടെ. നമ്മുടെ വീടുകളിലൊക്കെ ഖൈറും ബർക്കത്തും അള്ളാഹു നൽകുമാറാവട്ടെ. ഇൻഷാ അള്ളാഹ് അടുത്ത ദിവസം മറ്റൊരു ദിക്റുമായി ഇൻഷാ അള്ളാഹ് നമുക്ക് കണ്ടുമുട്ടാം. ഇൻഷാ അള്ളാഹ് നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഈ ദിക്റൊക്കെ ചൊല്ലിയിട്ട് നിങ്ങളുടെ ഉദ്ദേശങ്ങളും ഒക്കെ പൂർത്തിയാവുന്നുണ്ടെങ്കിൽ ഒക്കെ കമൻറ്റിലൂടെ നിങ്ങൾ അറിയിക്കണമെന്നും വസിയത്തോടെ ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല.